റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്ത്. കഴിഞ്ഞ 2 വർഷമായി നായത്തോട് പ്രവർത്തിച്ചു വരുന്ന അങ്കമാലി അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിയുടെ ശാഖയ്ക്ക് സ്വന്തമായി ഒരു കെട്ടിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ചെത്തിക്കോട് NSSന് സമീപമുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്ന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട MP ബെന്നി ബെഹന്നാൻ നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് മാത്യു തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ MLA PJ ജോയ്, സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ജോസൽ ഫ്രാൻസിസ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ മനോജ് K വിജയൻ, അസിസ്റ്റന്റ് ഡയറക്ടർ സുനിൽ K, സെക്രട്ടറി സിൻസി ഡെന്നി, നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ TV ഏലിയാസ്, ജിത ഷിജോയ്, PDDP ചെയർമാൻ ഫാദർ തോമസ് മങ്ങാട്ട്, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ഷിയോ പോൾ, രജനി ശിവദാസ്, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ജോയ് പോൾ, TG ബേബി, ശ്രീ P വിജയൻ, TG സുരേന്ദ്രൻ, KP പ്രദീപ് കുമാർ, സുനിൽ ഗോകുലം എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മികച്ച പ്രവർത്തനത്തിന് അങ്കമാലി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ സൊസൈറ്റിക്ക് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ അവാർഡ് 2ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. സൊസൈറ്റിയിലെ അംഗങ്ങളുടെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് എല്ലാ വർഷവും ക്യാഷ് അവാർഡ് നൽകി വരുന്നു. വർഷം തോറും നിർധനരായ കുട്ടികളുടെ ലിസ്റ്റ് ബന്ധപ്പെട്ട സ്കൂളിൽ നിന്നും വാങ്ങി 250 പേർക്ക് പഠനോപകരണ വിതരണവും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അങ്കമാലി മുനിസിപ്പൽ അതിർത്തിയിലെ സ്കൂളുകളിൽ SSLC +2 ക്ലാസ്സുകളിലെ A+ നേടിയ കുട്ടികൾക്ക് മെമന്റോ. സൊസൈറ്റിയാണ് അംഗങ്ങളുണ്ട്. നമ്മുടെ സൊസൈറ്റിയുടെ ഗ്യാസ് ഉപഭോക്താക്കളിൽ നല്ലൊരു ശതമാനം പേര് നമ്മുടെ ഈ പ്രദേശത്തു നിന്നുണ്ട്. സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയിൽ അങ്കമാലി നിയോജക മണ്ഡലം മുഴുവനും, അതുകൂടാതെ നമ്മുടെ കാഞ്ഞൂര്, ശ്രീമൂലപുരം, നെടുമ്പാശ്ശേരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളുടെ എന്നുവെച്ചാൽ അങ്കമാലി മേഖലയിൽ നമ്മുടെ ഹെഡ് ഓഫീസുണ്ട്. നമ്മുടെ കാലടി, കാഞ്ഞൂർ, ശ്രീമൂലപുരം, നെടുമ്പാശ്ശേരി പ്രദേശങ്ങളുടെ സേവനം കണക്കിലെടുത്തുകൊണ്ടാണ് നായത്തോട് ഭാഗത്ത് ഇങ്ങനെ ഒരു ബ്രാഞ്ച് പ്രവർത്തിക്കണം എന്ന് ഭരണസമിതി തീരുമാനിക്കുകയും കഴിഞ്ഞ 2 വർഷമായി ബ്രാഞ്ച് ഇവിടെ പ്രവർത്തിച്ചു വരികയുമാണ്. തൊട്ടടുത്ത കെട്ടിടത്തിൽ വാടകയ്ക്ക് നമ്മുടെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ശാഖയ്ക്ക് ഒരു സ്വന്തമായൊരു മന്ദിരം വേണം എന്നുള്ള തീരുമാനമാണ് ഇവിടെ ഇങ്ങനെ സ്വന്തമായി സ്ഥലം വാങ്ങുവാനും ഇന്ന് ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കാനും ഇടവരുത്തിയത്. നമ്മുടെ പ്രദേശത്ത് നിന്നും മൊത്തം നമ്മുടെ കൺസ്യൂമർ സ്റ്റോറിൻ്റെ അംഗങ്ങൾ സ്ഥാപനത്തിന് നൽകുന്ന സഹകരണം, അതോടൊപ്പം തന്നെ ഭരണസമിതി അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനം, ജീവനക്കാർ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രാപകലില്ലാതെ പ്രവർത്തിക്കുകയാണ്. മറ്റേത് സ്ഥാപനത്തെ അപേക്ഷിച്ചും രാവിലെ 8 മണി മുതൽ തുടങ്ങി രാത്രി 8 മണി 9 മണി വരെ അവർ യാതൊരു പരാതിയുമില്ലാതെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് 10-30,000 ഗ്യാസ് കസ്റ്റമേഴ്സിന് കൃത്യമായി ദിവസേന ഗ്യാസ് എത്തിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഗ്യാസ് എത്തിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നത്. കഴിഞ്ഞ 12 വർഷമായി നമ്മളിത് അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിയായി മാറിയപ്പോൾ മറ്റ് മേഖലകളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു. ബാങ്കിങ് ഉൾപ്പെടെ സാമ്പത്തിക മേഖലയിലും പ്രവർത്തനം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, പഴയ ആ ഒരു സ്റ്റാഫ് സ്ട്രെങ്ത് മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. 13 പേരാണ് ആകെ ഉള്ളത് നമുക്ക്. അപ്പോൾ അതിന് കൂടാതെ മറ്റ് ധാരാളം നമ്മുടെ ജീവനക്കാർ സൊസൈറ്റിയിൽ പെർമനൻ്റ് അല്ല എന്നുള്ളൂ, അവർ പെർമനൻ്റ് നേച്ചറിൽ തന്നെ പ്രവർത്തിച്ചു വരികയാണ്. അങ്ങനെ 70ഓളം ജീവനക്കാർ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഉറപ്പ് കല്ലെടുക്കുന്ന പോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ സ്ഥാപനം നന്നായി പോകുന്നത്. 1967 ഈ സൊസൈറ്റി ആരംഭിച്ചത്. ഒരു ചെറിയ തലത്തിൽ കൺസ്യൂമർ സൊസൈറ്റി, പലവ്യഞ്ജന ഇതും അതുപോലെ തന്നെ വളമൊക്കെയായി ആരംഭിച്ച ഒരു സൊസൈറ്റി ഘട്ടം ഘട്ടമായി ഉയർന്ന് വളർന്ന് ഇന്ന് ഒരു സഹകരണ പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ട വ്യത്യസ്ത മേഖലകളിലേക്ക് അതിൻ്റെ പ്രവർത്തനം വ്യാപിച്ചു. അങ്ങനെയാണ് അഗ്രികൾച്ചർ പോലീസ് സൊസൈറ്റിയായി സാധാരണ സർവീസ് സഹകരണ കർഷകർ നടത്തുന്ന പോലെയുള്ള ബാങ്കിങ് ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നേരത്തെ സൂചിപ്പിച്ചുള്ള 30,000-ഓളം വരുന്ന ഗ്യാസ് ഏജൻസികൾ ഈ സൊസൈറ്റി നിർമ്മിക്കുന്നു. അങ്ങനെ വലിയ ഒരു ഉയർച്ചയാണ്. ആ ഉയർച്ചയുടെ എല്ലാം ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാം. സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ സഹകരണ സ്ഥാപനത്തിൻ്റെ വളർച്ച, അതിൻ്റെ പ്രവർത്തനക്ഷമത എല്ലാം അതിൻ്റെ വിശ്വസനീയതയാണ്. അതാണ് സഹകരണ പ്രസ്ഥാനങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. വിശ്വാസ്യത.
ആ വിശ്വാസ്യത ഇത് കാത്തു സൂക്ഷിക്കുന്നു. 1967 ആരംഭിച്ച് ഘട്ടം ഘട്ടമായി വളർന്ന് വളരെ പ്രോഫിറ്റബിളായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാധ്യതയില്ലാത്ത ഒരു സൊസൈറ്റിയായി ഈ സൊസൈറ്റി മാറാൻ കാരണം ഇതിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ബഹുമാനായ ശ്രീ മാത്യൂസ് ആണ്. അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു വലിയ ഒരു ടീം രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാം ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകാൻ ഇതിന് കഴിയുമെന്നുള്ളതാണ് ഈ സൊസൈറ്റിക്ക് ഇത്ര ഉയർച്ചയ്ക്കുണ്ടാകാൻ കാരണം. ശ്രീ മാത്യു സൂചിപ്പിച്ചതുപോലെ സഹകരണ മേഖല എന്നും നമ്മുടെ സാമ്പത്തിക മേഖലയുടെ സാമൂഹ്യ വളർച്ചയുടെ എല്ലാത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ സഹകരണ മേഖല എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനങ്ങൾ വളരെ പ്രസക്തിയുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾ കാലാകാലങ്ങളിൽ പാർലമെൻറ്റും അതുപോലെ നിയമസഭകളും പാസ്സാക്കുന്ന പല നിയമ ഭേദഗതികളും ചിലപ്പോഴൊക്കെ ആ ഭേദഗതികൾക്ക് സംശയത്തിന് വരുത്തിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ച നമുക്ക് ഗവൺമെൻറ് തലത്തിലും വളരെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് സംശയം. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് സഹകരണ മേഖലയെക്കുറിച്ചിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ സർവ്വവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനായ മാത്യു തോമസ് അവர்கள் ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട MP ബെന്നി ബെഹനാൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ബഹുമാനിയരെ, അങ്കമാലി അഗ്രികൾച്ചറിസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നായത്തോട് തുടങ്ങാൻ പോകുന്ന പുതിയ ബ്രാഞ്ച് ഓഫീസിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ഉദ്ഘാടകനും അധ്യക്ഷനും ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ സഹകരണ മേഖല, ആ മേഖലയിലെ അപൂർവം ചില പുഴുക്കുത്തുകൾ നടത്തുന്ന തെറ്റായ പ്രവണതകളുണ്ട്. ഈ മേഖല ആകെ മോശമാണ് എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മഹാപ്രളയം വന്നു, മഴക്കെടുതി വന്നു, മഹാമാരി വന്നു, വയനാട് ദുരന്തം വന്നു. പണികൾ എത്രയും പൂർത്തീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഭരണസമിതിയുടെ ചുക്കാൻ പിടിക്കുന്ന പ്രസിഡന്റ് ശ്രീ മാത്യു തോമസ് അവറുകൾ, അദ്ദേഹത്തിനും ഭരണസമിതിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ചെയർമാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ സ്റ്റാഫ് എന്ന് പറയുന്നത് രാത്രിയോ പകലോ എന്നുമില്ലാതെ എന്താണോ അവിടെ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് അത് നിർവഹിച്ചതിന് ശേഷം മാത്രമേ എൻ്റെ സ്റ്റാഫ് പോവുകയുള്ളൂ. ഒരു ദിവസത്തിൽ എനിക്ക് തോന്നുന്നു 1-2 പ്രാവശ്യം ചെയർമാൻ എപ്പോഴും ഉരുവിടാറുള്ള വാക്കുകളാണ്. അപ്പം നല്ലൊരു ഭരണസമിതിയും അതുപോലെ തന്നെ സ്വന്തം കുടുംബം എന്ന പോലെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുമാണ് നമ്മുടെ അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ഒരു മുതൽക്കൂട്ട് എന്ന് തന്നെ പറയാം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഈ നാട്ടിൽ ജീവിക്കുക, അതിന് പലരും പ്രേരക ഘടകങ്ങളായിട്ട് മാറുന്നുണ്ട്, നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതുകൊണ്ട് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ ഓഫീസ് മന്ദിരത്തിൽ ഇവിടെ ബ്രാഞ്ച് വന്നു. ബ്രാഞ്ചിനിപ്പോൾ പുതിയതായ ഒരു മന്ദിരവും ഉണ്ടാവുകയാണ്. സഹകരണ പ്രസ്ഥാനം നമുക്ക് കഴിയണം. ഇവിടെ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ലോൺ എടുക്കുന്നവർ അത് തിരിച്ചടയ്ക്കുക, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് വന്നാലേ ലോൺ കൊടുക്കാൻ കഴിയൂ. ലോൺ ഡെപ്പോസിറ്റിൽ നിന്ന് തുടങ്ങി ലോൺ കൊടുത്ത് അത് തിരിച്ചടയ്ക്കുന്ന ഒരു സൈക്ലിക് പ്രോസസ്സ് കൃത്യമായ സഹകരണ മേഖലയിൽ നടന്നില്ലെങ്കിൽ ഇവിടെ വീഴ്ചകളുണ്ടാകും. ചില ബാങ്കുകളിലെ ക്രമക്കേടുകൾ കൊണ്ട് കേരളത്തിൽ വ്യാപകമായ സ്നേഹം നിറഞ്ഞ എൻ്റെ നല്ലവരായ മറ്റുള്ളവരെ, ഇന്ന് ശിലാസ്ഥാപനം നടത്തിയ നമ്മുടെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും ഇത് പടർന്ന് പന്തലിച്ച് എല്ലാവർക്കും ജനോപകാരപ്രദമായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
സഹായത്തോടെ നിങ്ങളുടെ കണ്ണുകളും ഇനി പരിശോധിക്കാം. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ് ഇനി മൂക്കന്നൂരിലും. മൂക്കന്നൂരിലെ ആദ്യത്തെ AI അധിഷ്ഠിത നേത്ര പരിശോധനാ സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, 3 പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യം. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ഷോറൂമുകൾ. ലോകോത്തര ബ്രാൻഡുകൾ ലഭ്യമാണ്. 50% വരെ കിഴിവ്. 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ്, നിയർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഫോൺ നമ്പർ 0484 2001 655 996199 8377. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കടവന്ത്ര, അങ്കമാലി, ചാലക്കുടി. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.